1994 വിഷു സീസൺ. ഒരുപാട് സൂപ്പർ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിച്ച ഒരു സീസണായിരുന്നു. അത് ഏതൊക്കെ സിനിമകൾ ഹിറ്റായി, ഏതൊക്കെ സിനിമകൾ പരാജയപ്പെട്ടു, നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് നോക്കാം. തൊട്ടതെല്ലാം പൊന്നാക്കിയ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് സിദ്ദിഖ് ലാൽ. 1989 റാംജി സ്പീക്കിംഗ് മുതൽ അങ്ങോട്ട് ഹിറ്റുകൾ തന്നെയാണ്. അങ്ങനെ അവരൊന്നിച്ച ഒരു സിനിമ 94 മാർച്ച് അവസാനം റിലീസായി. ആ ഒരു സിനിമയായിരുന്നു കാബൂളിവാല. അപ്പോൾ അവരുടെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കാബൂളിവാല. കാരണം അതിന് അവരുടെ മുമ്പത്തെ സിനിമകളൊക്കെ നമുക്കറിയാം, അതൊക്കെ കുറേ ഒരു ഹ്യൂമർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഗോഡ് ഫാദർ ആയാലും കുറേ ഫാമിലി ഇമോഷൻസും ഉണ്ട്, പക്ഷേ നല്ല ഹ്യൂമറാണ്. അതൊന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു കാബൂളിവാല. വിനീത് നായകൻ, ചാർമിള. പക്ഷേ അതിലെ ഒരു പ്രധാന കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞാൽ കടലാസ് കന്നാസ്. ജഗദീഷ് ശ്രീകുമാറും ഇന്നസെൻറ്റും ഇല്ലാതെ നമുക്കതിലാരെയും സങ്കല്പിക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും തന്നെയാണ്. ആ ഒരു സിനിമ നല്ല സോങ്സ് ആയിരുന്നു, അതിന് ഭയങ്കര ഇമോഷനൊക്കെ ആയിരുന്നു. പക്ഷേ സിദ്ദിഖ് ലാലിൻ്റെ കഴിഞ്ഞ സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഒരു ഗോഡ് ഫാദറിനെ, വിയറ്റ്നാം കോളനിയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ഒരു വിജയമല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതൊരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു കാബൂളിവാല. അത് കഴിഞ്ഞിട്ട് ഈ വിഷു സീസണിലേക്ക് കിടക്കുമ്പോൾ, ഏപ്രിൽ മാസത്തിലേക്ക് കിടക്കുമ്പോൾ റിലീസായ സുരേഷ് ഗോപിയുടെ 2 സിനിമകളുണ്ട്. അതിൽ ആദ്യത്തെ സിനിമ കാശ്മീരം, രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യുന്ന. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഒരു ഹിറ്റിനൊക്കെ ശേഷം രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യുന്നു. സുരേഷ് ഗോപി ഒരു ഒരു ബ്ലാക്ക് ആറ്റൊക്കെ ആയിട്ട് അതിൽ പ്രിയ രാമൻ, മധുബാല, പിന്നെ ശാരദ, നമ്മുടെ സീനിയർ നടി ശാരദയുടെ ഒരു ബ്രേക്കിന് ശേഷം അവർ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. അതും ഭയങ്കര AK സാജൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ആ ഒരു വിഷു സീസണിൽ അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ മധുബാല എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു വില്ലൻ ക്യാരക്ടർ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കാരണം ആ കഥാപാത്രം ആ സിനിമയിൽ മരിച്ച ശേഷമാണ് വില്ലനാണെന്ന് പ്രേക്ഷകർ മനസ്സിലാവുന്നത്. അത്ര ഒരു കൊടും ക്രൂരനായ ഒരു വില്ലനായിരുന്നു എന്നുള്ളത്. അങ്ങനെ മധുബാലിനെ ഏതൊരു നടനെ ആലോചിച്ച് കിട്ടാതെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന മധുബാല അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഈ പറയുന്ന കാശ്മീരം. പിന്നെ സുരേഷ് ഗോപിയുടെ സൂപ്പർ സ്റ്റാർ ആക്കിയ സിനിമ കമ്മീഷണർ. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ തലസ്ഥാനത്തിലൂടെ തുടങ്ങി ഏകലവ്യയിൽ സുരേഷ് ഗോപി നായകനായി എസ്റ്റാബ്ലിഷ്ഡായി സൂപ്പർ സ്റ്റാറായ കമ്മീഷണർ. അതും ആ ഒരു വിഷു സീസണിൽ റിലീസായ സിനിമയായിരുന്നു. പിന്നെ അടുത്തൊരു റിലീസ് രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൻ്റെ CAD ഉണ്ണികൃഷ്ണൻ BA. അവർ ജയറാം രാജസേനൻ കോംബോ തുടങ്ങുന്നത് 91 കടിഞ്ഞൂൺ കല്യാണം, അത് ഹിറ്റായിരുന്നു. അതിന് 92 ആയിരത്തി അദ്ദേഹം ഹിറ്റായിരുന്നു. 93 മേലെപ്പറമ്പിലാണ് വീട് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ ടീം ഒന്നിച്ച ഒരു സിനിമ. അതിൽ അഭിനയിച്ച ജയറാമും അതുപോലെ തന്നെ ഈ പറയുന്ന ജനാർദ്ദനുണ്ട്, ജഗദീഷ് ശ്രീകുമാറുണ്ട്. ശരിക്കും CAD ഉണ്ണികൃഷ്ണനിൽ ഒരു 3 നായകന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ജയറാമും, മണിയമ്പള രാജുവും, ജഗദീഷ് ശ്രീകുമാറും. കാരണം ഇവർ 3 പേർക്കും നായികന്മാരുണ്ട്. 3 പേർക്കും ബാക്ക് സ്റ്റോറീസും പ്രണയവും എല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതിൽ ഉണ്ണികൃഷ്ണൻ ജയറാം ചെയ്യുന്നു. പ്രേംശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം ശരിക്കും അന്ന് മുകേഷിനെയായിരുന്നു രാജസേനൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ മുകേഷ് അന്ന് സോളോ ഹീറോ ആയിട്ട് തിളങ്ങി നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ മുകേഷ് അന്നെന്തോ ആ റോള് ചെയ്തില്ല. ഒരു പക്ഷേ ജയറാമിന് കൂടുതൽ റോളായിരിക്കുമെന്ന് വെച്ചാൽ മുകേഷ് ചെയ്യാതായിരിക്കും. എന്തായാലും പിന്നീട് ആരെയെന്ന് ആലോചിച്ചിട്ടാണ് മണിയമ്പള രാജുവിലേക്ക് എത്തിയത്. പിന്നെ ഉമ്മച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ജഗദീഷ് ശ്രീകുമാർ ചെയ്തു. അപ്പോൾ അവർ 3 പേരും അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ആ ഒരു സിനിമ വിജയം തന്നെയായിരുന്നു. പക്ഷേ രാജസേനൻ്റെ കഴിഞ്ഞ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയ ഒരു വിജയമല്ലായിരുന്നു. പക്ഷേ ഇന്നും നമ്മൾ റിപ്പീറ്റായിട്ട് കാണുന്നതാണ്. വെച്ചത് സുകുമാരൻ്റെ ഒരു കഥാപാത്രമൊക്കെ എനിക്കൊന്ന് സുകുമാരൻ്റെ 90-ന് ശേഷം വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ശരിക്കും അതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളും സിനിമ തന്നെയായിരുന്നു CAD ഉണ്ണികൃഷ്ണൻ. പിന്നെ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്തൊരു സിനിമയാണ് മനോജ് K ജയനും നരേന്ദ്രപ്രസാദും ഒക്കെ അഭിനയിച്ച ഭീഷ്മാചാര്യ. എനിക്കൊണ്ട് ഭീഷ്മാചാര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അതിൽ ആ പാട്ടാണ്, ചന്ദനക്കാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് കൊച്ചിൻ ഹനീഫ അതിന് മുമ്പത്തെ വർഷം വാത്സല്യം ചെയ്തിരുന്നു. വാത്സല്യം 93 വിഷുവിനാണ് റിലീസായത്. നമ്മളതൊരു എപ്പിസോഡ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 94 കൊച്ചിൻ ഹനീഫ ചെയ്ത ഒരു സിനിമയാണ് ഭീഷ്മാചാര്യം. അപ്പോൾ ഈ ഒരു 5 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിഷു വിന്നർ കമ്മീഷണർ തന്നെയാണ്. അതിന് ഒരു ഇതുമില്ല. എനിക്കൊണ്ട് ഇതുപോലെ 60 ലക്ഷം രൂപ എന്തോ ചിലവാക്കിയിട്ട് 2 കോടി മേളിൽ കളക്ഷൻ കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അത് പിന്നീട് B ക്ലാസ്സും C ക്ലാസ്സിലൊക്കെ ഒരുപാട് ഓടിയ ഒരു സിനിമയായിരുന്നു. ഞാനിതിലെ എല്ലാ സിനിമകളും എനിക്കൊന്ന് ഭീഷ്മാചാര്യയെ കുറിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ കാബൂളിവാല എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് ഇറങ്ങിയത്. കാബൂളിവാല കുറേ കാലം ഓടിയ ശേഷം എനിക്ക് തോന്നുന്നു അത് ഈ കമ്മീഷണർ ശരിക്കും അന്ന് തൃശ്ശൂർ റിലീസായില്ല. പിന്നീട് കാബൂളിവാല ഒരു മാസം ഓടിയ ശേഷമാണ് കമ്മീഷണർ തൃശ്ശൂർ റിലീസാവുന്നത്. പക്ഷേ കമ്മീഷണർ ഒന്ന് മറ്റ് ജില്ലകളൊക്കെ റിലീസായിട്ടൊക്കെ പല സുഹൃത്തുക്കളൊക്കെ എൻ്റെ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് പിന്നീട് ഒരു മെയ് മാസമാണ് ഞാനൊക്കെ കമ്മീഷണർ തിയേറ്ററിൽ പോയി കാണാം. അതൊക്കെ റോഡ് വരെയായിരുന്നു ക്യൂ. പിന്നെ CAD ഉണ്ണികൃഷ്ണൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അത് തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്.
കാശ്മീരും തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഭീഷ്മാചാര്യൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ ബിന്ദു തിയേറ്ററായിരുന്നു. അത് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇതേ സമയത്ത് തന്നെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു. ആ ഒരു മാർച്ച് മാസം റിലീസായ സുരേഷ് ഗോപിയുടെ ചുക്കാൻ എന്ന് പറയുന്നൊരു സിനിമ. അതിലെ പാട്ടൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡാൻസൊക്കെ പിന്നീട് ട്രോളർമാരും മ്യൂക്കറിക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഡാൻസ് ചുക്കാൻ, ഗൗതമി അഭിനയിച്ച അത് ശരിക്കും മാർച്ച് മാസം ഇറങ്ങി. വിഷു സമയത്തും അത് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂർ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂൺ ഷോ അത് കുറച്ച് ദിവസം ഒരു ഏപ്രിൽ മാസം മുഴുവൻ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വിഷു ഒരു വിരുന്ന് തന്നെയായിരുന്നു ഈ ഒരു സിനിമകളൊക്കെ. ഇത് കഴിഞ്ഞ് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് മെയ് മാസം നമ്മുടെ സമ്മർ വെക്കേഷൻ്റെ അടുത്തൊരു മാസം, അതിൽ മോഹൻലാലിൻ്റെ 2 സിനിമകളന്ന് തിയേറ്ററിലുണ്ടായിരുന്നു. അതിലൊന്ന് തേന്മാവിൽ കൊമ്പത്തും പിൻഗാമി. ഇതിലാദ്യം തേന്മാവിൽ കൊമ്പത്ത്. ശരിക്കും തേന്മാവിൽ കൊമ്പത്ത് വിഷുവിന് റിലീസായിരുന്നെങ്കിൽ ഒരു പക്ഷേ കമ്മീഷണർ ഒരു വെല്ലുവിളി ആയേനെ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ചിലപ്പോൾ വിഷു കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും തേന്മാവിൽ കൊമ്പത്ത് അന്ന് സൂപ്പർ ഹിറ്റ്. എനിക്ക് തോന്നുന്നു ആ വർഷത്തെ 94 കമ്മീഷണർ തന്നെയാണ് തോന്നുന്നു ടോപ്പ്. അത് കഴിഞ്ഞിട്ടായിരിക്കാം തേന്മാവിൽ കൊമ്പത്ത് 94 എന്ന് പറയുന്ന ഒരു വർഷം. അന്ന് തേന്മാവിൽ കൊമ്പത്ത് സൂപ്പർ ഹിറ്റായി ഓടിക്കഴിഞ്ഞിട്ട് 2 ആഴ്ച ഗ്യാപ്പിലാണ് പിൻഗാമി ഇറങ്ങുന്നത്. ഇതേപോലെ മോഹൻലാലിൻ്റെ സത്യനന്ദിക്കാട് സിനിമ. അപ്പോൾ അന്ന് പിൻഗാമി റിലീസാവാൻ പോയപ്പോൾ പിന്നീട് സത്യനന്ദിക്കാട് തന്നെ പറഞ്ഞതായിട്ട് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. പ്രിയദർശൻ പറഞ്ഞു, സത്യമായിട്ട് ഇപ്പോൾ അത് ഇറക്കേണ്ട, തേന്മാവിൽ കൊമ്പത്ത് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കണം, ഒരു കോമ്പറ്റീഷൻ ആവില്ലേ, പിൻഗാമി ഇപ്പോൾ ഇറക്കണോ എന്ന് വെച്ചാൽ സത്യനന്ദിക്കാട് തോന്നി. അതിനിപ്പോൾ എന്താ എൻ്റെ സിനിമയില്ല, അത് കാണാൻ എൻ്റെ ഓഡിയൻസ് വരും എന്ന് വിചാരിച്ച് ഇറക്കി. പക്ഷേ പിൻഗാമി വിചാരിച്ച പോലെ തിയേറ്ററിലൊന്നും ഏറ്റില്ല. നിർമ്മാതാവിന് നഷ്ടമൊന്നുമല്ല, പക്ഷേ തേന്മാവിൽ കൊമ്പത്തിൻ്റെ ആ ഒരു ഓളത്തിൽ പിൻഗാമി ശരിക്കും മുങ്ങിപ്പോയി. കാരണം നമ്മൾ ഇന്ന് കാണുമ്പോൾ പിൻഗാമി അധികം പേര് സിനിമയാണ്. അന്നത്തെ തിയേറ്ററിൽ അതങ്ങനെ അത്ര കുറച്ച് ഓടിയാൽ പോരാ എന്ന് നമുക്ക് ഇന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. രഘുനാഥ് പല്ലിയുടെ അതിഗംഭീരമായ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു പിൻഗാമി. അങ്ങനെ മോഹൻലാലിന് ഈ പറയുന്ന 2 സിനിമകൾ ആ ഒരു മെയ് മാസം ആ ഒരു സമ്മർ വെക്കേഷന് കിട്ടി, പിൻഗാമിയും തേന്മാവിൽ കൊമ്പത്തും. പിന്നെ ആ സമയത്തെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ബാബു ആൻ്റണിയുടെ 2 സിനിമകളും മെയ്യിൽ റിലീസായിരുന്നു. ഒന്ന് രാജധാനി, മറ്റൊന്ന് കടൽ. ഇതിൽ എനിക്ക് തോന്നുന്നു കടൽ എന്ന് പറയുന്നത് സിദ്ദിഖ് ഷമീർ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ. അത് ആദ്യം ശരിക്കും അന്ന് മമ്മൂട്ടീനെ വെച്ച് അനൗൺസ് ചെയ്തതൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. സിദ്ദിഖ് ഷമീർ ചെയ്യുന്നു, കലു ഡെന്നീസ് ആയിരുന്നു തോന്നുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. എനിക്കിപ്പോൾ ഓർമ്മ കിട്ടത്തില്ല. എങ്കിലും അന്ന് ഈ കടലൊരു നോവലായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് മമ്മൂട്ടീനെ വെച്ച് പ്ലാൻ ചെയ്തു. പക്ഷേ എന്തായാലും അത് ബാബു തന്നെ ചെയ്തു. അത് പടം അന്ന് സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷേ ഹിറ്റായിരുന്നു. രാജധാനി ബാബുവിനൊരു സിനിമയാണ്. പക്ഷേ എനിക്കൊന്ന് രാജധാനി എന്ന അങ്ങനെ വലിയൊരു വിജയമല്ലായിരുന്നു. പക്ഷേ അന്ന് ബാബുവിനെ ഇങ്ങനെ കത്തിക്കേറി വരുന്ന ഒരു സമയമാണത്, 94 എന്ന് പറഞ്ഞ വർഷമൊക്കെ. പിന്നെ മറ്റൊരു സിനിമ ചീഫ് മിനിസ്റ്റർ കെയർ ഗൗതമി. അത് ശരിക്കും നമ്മൾ ഗൗരിയമ്മയുടെ ഒക്കെ ഒരു ലൈഫിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഗീതയാണ് അഭിനയിച്ച്. എനിക്കവിടെ അതിൻ്റേതായ ഒരു ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു ബി ക്ലാസ്സിലൊക്കെ കുറച്ച് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് എ ക്ലാസ്സിലൊന്നും തന്നെ സൂപ്പർ ഹിറ്റ് അല്ല. അപ്പോൾ ഇത്രയും സിനിമകളാണ് തിയേറ്ററിലൊന്ന് റിലീസായിരുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ശരിക്കും വിഷു സീസൺ ഗുണം ചെയ്തത് സുരേഷ് ഗോപിക്കാണ്. കാരണം മോഹൻലാലിനും മമ്മൂട്ടിക്കും സിനിമകളില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ 2 സിനിമകൾ കാശ്മീരും കമ്മീഷണറും, ഒന്ന് ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു, ഒന്ന് സൂപ്പർ ഹിറ്റ് ആവുന്നു. ജയറാമിനും ഒരു ഹിറ്റ് കിട്ടുന്നു. പിന്നെ അപ്പുറത്ത് കാബൂളിവാലയും ഭീഷ്മാചാര്യരും ഇറങ്ങുന്നു. അത് കാബൂളിവാലയും ഒരു ഹിറ്റാവുന്നു. ഭീഷ്മാചാര്യൻ മാത്രമാണ് ഒന്നൊരു തണുപ്പനായിട്ട് പോയത്. പക്ഷെ അതും എനിക്കൊന്നും നഷ്ടമൊന്നുമല്ല. എനിക്ക് എൻ്റെ എക്സാക്ട് കണക്കുകൾ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും എൻ്റെ ഊഹം വെച്ച് അന്ന് വിന്നറായിരുന്നത് കമ്മീഷണർ തന്നെയായിരുന്നു. പിന്നെ മെയ് മാസത്തേക്ക് തന്നെ തേന്മാവിൽ കൊമ്പത്തും ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു. അപ്പോൾ ഇതിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് കണ്ടിട്ടുള്ളത് നിങ്ങൾ പറയുക. ഞാനും ഈ പറഞ്ഞ മെയ് മാസത്തേക്ക് തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണ്. പിൻഗാമി ജോസ് തിയേറ്ററിലാണ് അന്ന് ഇറങ്ങിയത്. സ്വപ്ന തിയേറ്ററിലായിരുന്നു അന്ന് ഈ പറയുന്ന തേന്മാവിൽ കൊമ്പത്ത്. അപ്പോഴേക്കും കാശ്മീരും നൂൺ ഷോ ആയിട്ടുണ്ടായിരുന്നു. തേന്മാവിൽ കൊമ്പത്ത് 3 ഷോ ആയിരുന്നു. ഇതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അന്നും എനിക്കൊന്ന് കമ്മീഷണർ പിന്നീട് കുറേ കാലം ഓടി. എനിക്കൊന്ന് ഏറ്റവും ലോങ് റണ്ണിൽ ഓടിയത് കമ്മീഷണർ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അന്ന് തിയേറ്ററിൽ കണ്ട അനുഭവങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുക.